ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിന്റെ മൂന്നാം ദിവസമായിരുന്നു ഇന്ന്. ഇന്നിപ്പോൾ സ്റ്റംപ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് 316 റൺസ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് 126 റൺസ് ലീഡുണ്ട്. കളി ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ ഇനി നാലാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 246 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. പിന്നെ ഇന്നലെ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അവസാന നിമിഷം അക്സർ പട്ടേലും അടിച്ചു കളിച്ചു. താരം ഇന്ന് 44 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ജഡേജ 87 റൺസ് എടുത്ത് ഔട്ടായി. അങ്ങനെ ഇന്ന് ഇന്ത്യ 436 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് 4 റൺസിന്റെ ലീഡുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിങ്സ് ഇറങ്ങി. അവർ തുടക്കം തന്നെ അടിച്ചു കളിക്കുകയായിരുന്നു. അവരുടെ സൂപ്പർ താരം പോപ്പ് 148 റൺസ് എടുത്തിട്ടുണ്ട്. താരത്തെ ഔട്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. പോപ്പാണ് അടിച്ചു കളിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് കുറച്ച് റൺസിൽ അവരെ ഓൾ ഔട്ട് ആക്കാമായിരുന്നു. ഇംഗ്ലണ്ട് ഇപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 316 റൺസ് എടുത്തിട്ടുണ്ട്. നാളെ ഇനി അവരെ ഓൾ ഔട്ടാക്കി ഇന്ത്യക്ക് ഈ ഒരു ലീഡ് മറികടന്നാൽ കളി ജയിക്കാം. നാളെ നാലാമത്തെ ദിവസമാണ്. ഇന്ന് സ്റ്റംപ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ടിന് 126 റൺസിന്റെ ലീഡുണ്ട്. നാളെ അവർ എന്തായാലും അത് 180 റൺസ് കടത്തുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് നാളെയും മറ്റന്നാളും സമയമുണ്ട്. 1.5 ദിവസം കൊണ്ട് ഈ ലീഡ് ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ 80% ഇന്ത്യ ഈ ടെസ്റ്റ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. ഇംഗ്ലണ്ട് ഉറപ്പായിട്ടും ടെസ്റ്റ് തോൽക്കും. കാരണം ഇന്ത്യ ബാറ്റിംഗിൽ ഫോമിലാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പണിംഗിൽ T20 പോലെയാണ് കഴിഞ്ഞ ഇന്നിങ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇന്ത്യ 100 റൺസിലേക്ക് എത്തുകയായിരുന്നു. 150 റൺസിന്റെ ലീഡൊക്കെ ഇന്ത്യ ഈസി ആയിട്ട് മറികടക്കും. ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ബുംറയും അശ്വിനും 2 വിക്കറ്റ് നേടി. അതുപോലെ ജഡേജയ്ക്കും അക്സർ പട്ടേലിനും ഓരോ വിക്കറ്റ് ഉണ്ട്. സാധാരണ ടെസ്റ്റ് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവസാനിക്കാറുണ്ട്. എന്നാൽ ഈ ടെസ്റ്റ് 5 ദിവസവും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.